ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലാക് ഡിസൈൻസ്. എപ്പോക്സി റെസിൻ. ഈ ഒരു വേർഡ് കേട്ടപ്പോൾ തന്നെ ഒത്തിരി ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വന്നില്ലേ? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരങ്ങളായാലോ? ആദ്യം തന്നെ എപ്പോക്സി റെസിൻ എന്താണെന്ന് നോക്കാം. എപ്പോക്സി റെസിൻ എന്ന് പറയുന്നത് ഒരു 2 കോമ്പൗണ്ട് ലിക്വിഡ് കെമിക്കലാണ്. അതായത് ഇതിൽ 2 കോമ്പൗണ്ട്സ് ഉണ്ട്. ആദ്യത്തേത് എപ്പോക്സി, രണ്ടാമത്തേത് ഹാർഡ്നർ. എപ്പോക്സിയുടെ ക്വാളിറ്റിയും ബ്രാൻഡ്സും അനുസരിച്ച് പല റേഷ്യോസിൽ എപ്പോക്സി മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതായത് 1:1, 2:1, 3:1 എന്നിങ്ങനെ പോകുന്ന റേഷ്യോസ്. ഒട്ടേറെ പ്രൊഡക്ട്സ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടും എപ്പോക്സി റെസിനെ മാത്രം നമ്മൾ അന്വേഷിച്ചു പോകുന്നത് എന്തുകൊണ്ടാ? ഇതുകൊണ്ട് നമുക്ക് എന്ത് പ്രൊഡക്ട്സും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്, നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് കൊണ്ടല്ലേ? റെസിൻ ക്ലോക്കുകൾ, ട്രേകൾ, വോളാർട്ട്, റെസിൻ ടേബിളുകൾ, കമ്മലുകൾ, വള, പെൻഡൻസ് എന്നിങ്ങനെ പോകുന്നു ആ ലിസ്റ്റ്. എന്തൊക്കെ പറഞ്ഞാലും ഇതെവിടെ കിട്ടും എന്നല്ലേ അടുത്ത ചോദ്യം. ഇപ്പോൾ ക്രാഫ്റ്റ് ഷോപ്പുകളിലും ഓൺലൈനായും ഇത് അവൈലബിൾ ആണ്. ലിങ്കുകൾ താഴെ കൊടുക്കാം. കാണുമ്പോൾ അതിമനോഹരമാണെങ്കിലും റെസിൻ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒട്ടേറെയാണ്. അതിൻ്റെ സേഫ്റ്റി പ്രിക്വേഷൻസ്, മിക്സിംഗ്, ക്ലീനിങ്, സാൻഡിങ്, അതിൻ്റെ പോട്ട് ലൈഫ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. വരുന്ന വീഡിയോസിൽ ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഈ ഒരു ട്യൂട്ടോറിയലിലൂടെ റെസിനെ കുറിച്ചും റെസിൻ്റെ ഉപയോഗത്തെക്കുറിച്ചും അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും ഓരോ ടോപ്പിക്സ് ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഈസി ആയിട്ട് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. എപ്പോക്സി റെസിനെ കുറിച്ചും അതിൻ്റെ ഉപയോഗത്തെക്കുറിച്ചും നിങ്ങൾക്ക് കൂടുതലായി അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. എപ്പോക്സി റെസിനെ കുറിച്ചുള്ള നിങ്ങളുടെ എന്ത് സംശയങ്ങളും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ?